ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ശാരദാമ്മ പഞ്ചാഗ്നി കർമ്മം ചെയ്ത്, അതായത് പഞ്ചാഗ്നിക്ക് നടുവിൽ നിന്ന് വെന്തുരുകിയാലും കുട്ടികളുടെ ജീവനിൽ തിരിച്ച് കൊണ്ടുവരാനായി ധർമ്മദേവനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു കർമ്മം ചെയ്യാൻ പൂജാരി പറഞ്ഞനുസരിച്ച് അവസാന അടവ് എന്ന് പറയുന്ന ആ കയ്യിലുള്ള ആ ഒരു കച്ചിത്തുനുമിന് ശാരദാമ്മ വിട്ടുകളയാതെ അതിനുവേണ്ടി എന്തും വരട്ടെ എന്ന് തുനിഞ്ഞിറങ്ങാൻ നിൽക്കുകയാണ്. മല്ലീശ്വരൻ കോവിലെത്തിയ ശാരദാമ്മയുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പൂജാരി ചോദിക്കുവാണ്. ആ ശേഷക്രിയ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, നമുക്കത് ചെയ്യാമെന്ന് പറയേണ്ടി വരുമ്പോഴത്തേക്കും ശാരദാമ്മ ഞെട്ടുവാണ്. കാരണം എന്തായാലും മല്ലേശ്വരൻ കോവിലല്ലേ സ്വപ്ന ദർശനത്തിൽ കണ്ടത്. അങ്ങനെ സ്വപ്ന ദർശനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം മറ്റുള്ള കുട്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കുറവുണ്ടെങ്കിൽ നമുക്ക് ആ ശേഷക്രിയ ചെയ്തേക്കെന്ന് പറയുമ്പോൾ ശാരദാമ്മ തകർന്ന് നിൽക്കുകയാണ്. ആ തകർന്ന് നിൽക്കുന്ന ശാരദാമ്മയുടെ മുന്നിൽ സാധ്യത ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു ക്രിയയായതാണ് ഈ പഞ്ചാഗ്നി വിധി എന്ന് പറയുന്നത്. ആ പഞ്ചാഗ്നി കർമ്മം ചെയ്യാനായി ശാരദാമ്മ ഫലം വരുമോ ഇല്ലയോ എന്ന് അറിയാതെ പോലും ശാരദാമ്മ അത് ചെയ്യാനായി തുനിഞ്ഞിറങ്ങുകയാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിന്ന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അതുകൂടെ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ തടി കടന്നാലും വഴിയിൽ എന്ത് തടസ്സം കടന്നാലും അതൊന്നും എനിക്ക് വലിയ കാര്യമല്ല, പപ്പിമോളെ കണ്ടെത്താൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞ് കാടിനെ ഒട്ടും പേടിയില്ലാതെ കാട്ട് സിംഹത്തിനെക്കാളും മേലിൽ മുന്നോട്ടേക്ക് തുനിഞ്ഞിറങ്ങുന്ന നമ്മുടെ വിഷ്ണു തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കൂടാതെ അച്ഛൻ എന്ന രീതിയിൽ വിഷ്ണു ആവട്ടെ, അമ്മ എന്ന രീതിയിൽ ഒരു കളക്ടർ എന്ന സ്ഥാനത്തിനകത്ത് മാറി ഇവിടെ ഒതുങ്ങിക്കേറി ഗസ്റ്റ് ഹൗസിൽ നിൽക്കാതെ മുന്നിലേക്ക് തന്നെ കാട്ടിലേക്ക് വീറും വാശിയോടെ ഇറങ്ങുന്ന ഒരു ധൈര്യമുള്ള ഒരു പെൺപുലിയായി നിൽക്കുന്ന ഒരു അമ്മയെന്ന് നമ്മുടെ ശാലിനിയും ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റാണ്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കർത്തവ്യബോധത്തിൽ എന്തായിരിക്കണം ഒരു പോലീസുകാരി എന്നതിന് വലിയൊരു ഉദാഹരണമായി നമ്മുടെ ശ്രീരഞ്ജിനി IPS തന്നെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ശ്രീരഞ്ജിനി IPS പറയുവാണ്, ഈ കുട്ടികൾ ഈ ബാഗ് ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അതും 2 നഴ്സറി കുട്ടികൾ അവരുടെ സ്വന്തം സ്കൂൾ ബാഗിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ അതിന് തക്കതായി എന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്കത് എന്താ എന്ന് അറിയില്ല, നമുക്ക് ഉടൻ തന്നെ കാട്ടിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി സമയം പാഴാക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ ഉള്ള പോലീസ് ഓഫീസർ പറയണം, മാഡം അതെങ്ങനെയാണ് മാഡം, നമ്മൾ ഒറ്റയ്ക്കോ? പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലാതെ വേറെ എങ്ങനെയാണ്? നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലായ കുട്ടികൾ കാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു, പിന്നെ എന്തിനാണ് സമയം നമ്മൾ കളയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീരഞ്ജിനിയോട് മറ്റേ പോലീസ് ഓഫീസർ പറയണം, മാഡം ഭയങ്കര വന്യ കാടാണ്, ഈ കാടിനെ കുറിച്ച് തന്നെ കേട്ടാൽ തന്നെ ഭയാനകമാണ്. കാരണം ചതിക്കുഴികളും മനുഷ്യരെ പിടിച്ച് വലിക്കുന്ന രീതിയിലുള്ള ചതുപ്പുകളും വന്യമൃഗങ്ങളും ജീവികളും എല്ലാം നിറഞ്ഞൊരു കാടാണ് മാഡം. വിഷജന്തുക്കളൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്. നേരം വരെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് എങ്ങനെ മാഡം ഒറ്റയ്ക്ക് നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻ നടത്തുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാഡം പോലീസോ മറ്റു വിധ ഒരു വലിയൊരു ബറ്റാലിയൻ വരുന്നവരെയോ അല്ലെങ്കിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ടീം വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം മാഡം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതേ കാടും ഇതേ ചതുപ്പും ഇതേ ചതിക്കുഴികളും എല്ലാം നിറഞ്ഞിരിക്കുന്ന കാട്ടിൽ ഇപ്പോൾ ഉള്ളത് ആരാന്നറിയോ? 2 കുരുന്ന് കുട്ടികളാണ്. ആ 2 പിഞ്ച് കുട്ടികൾ ഇപ്പോൾ നേരിടുന്ന ഇത്രയും ഭീതികരമായ കാര്യം തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് തടഞ്ഞ് എന്തെങ്കിലും കാര്യം നിർത്തുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ പേടി മാത്രമാണ്. നമ്മുടെ ഭയം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങിയേ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പേടിപ്പിക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങളും അവരുടെ മുന്നിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ്. അതിൽ നിന്ന് നേരം എത്രത്തോളം ഇരുട്ടുന്നോ അത് അത്രത്തോളം ആ കുട്ടികളുടെ ഭയം കൊടും. അതിന് മുന്നേ അവരെങ്ങനെയെങ്കിലും സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കുക എന്നതിന് നമ്മളാൽ കഴിയുന്ന എന്ത് നമ്മൾ ചെയ്തിരിക്കണം എന്ന് ശ്രീരഞ്ജിനി ഉറപ്പായിട്ട് പറയുമ്പോൾ, ശരി മാഡം എന്ന് പറഞ്ഞിട്ട് എന്താണ് എല്ലാവരും ശ്രീരഞ്ജിനിയും ടീമുമായിട്ട് എന്താണ് ശ്രീരഞ്ജിനി കൂടെ 2 പോലീസ് ഓഫീസേഴ്സേ ഉള്ളൂ, അവരെന്താണ് കാട്ടിലേക്ക് ഇറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലിനിയും അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവും ഒരേ റൂട്ടിലേക്ക് തന്നെയാണ് 2 പേരും കാർ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ശാലിനിക്ക് വേണ്ടി ശാലിനിയുടെ കൂടെ പോലീസ് ഫോറസ്റ്റ് ഓഫീസർ ഒരാളുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അനുപല്ലവിയുണ്ട്, നമ്മുടെ ഡ്രൈവറുണ്ട്. വിഷ്ണുവും അതുപോലെ രോഹിത്തും ശ്യാമയും കൂടെ വരുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയാണ് ആദ്യം കാണിക്കുന്നത് ശാലിനിയുടെ വണ്ടിയേക്കാളും മുന്നിൽ. അപ്പോൾ അവർ ചെന്ന് നിൽക്കുന്നതും ഒരു റോഡിന് ബ്ലോക്ക് വരുവാണ്. ഫോറസ്റ്റിലേക്ക് ഇറങ്ങാനുള്ള റോഡിന് കുറേ മരങ്ങളുടെ തടി കഷ്ണങ്ങളെല്ലാം വീണ് ആ റോഡ് മൊത്തം അടഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നോട്ടേക്ക് ഒരു ഇഞ്ച് പോലും വണ്ടിക്ക് പോകാൻ ഒരു രീതിയിലും സാധ്യതയില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും ബ്രോ എന്ന് പറഞ്ഞിട്ട് രോഹിത് ചോദിക്കുമ്പം, നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന പറഞ്ഞിട്ട് അവരെല്ലാവരും കാറിൽ നിന്ന് വിളിച്ചിറക്കുവാണ്. അതിനുശേഷം എന്താണ് വിഷ്ണു പറയുന്നത്, കാടാണ്, കാട്ടിലേക്ക് ഇനി അങ്ങോട്ടേക്ക് ഫുൾ കാട് മൊത്തം വണ്ടിയിൽ തന്നെ പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കാട്ടിലേക്ക് ഇറങ്ങി നടന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം വിഷ്ണു ഒരു ആശങ്കയില്ലാതെ മുണ്ടിനൊക്കെ നല്ല സ്റ്റൈലിന് മടക്കി കുത്തി ഒരു കാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പുലി അല്ലെങ്കിൽ ഒരു സിംഹം, കാടിൻ്റെ രാജാവ് തന്നെ കാട്ടിലേക്ക് ഇറങ്ങുന്ന അതേ പ്രൗഢിയോടെ നമ്മുടെ വിഷ്ണു എന്താണ് കാട്ടിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായി ഇറങ്ങുവാണ്. ആ മരങ്ങളെല്ലാം കടന്ന്
വിഷ്ണു അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടും നമ്മുടെ രോഹിത്തും ശ്യാമയും അങ്ങോട്ടേക്ക് വരാതെ തന്നെ നിൽക്കുകയാണ്. ഉടനെ വിഷ്ണു ചോദിക്കുക, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? ആ വരുന്നുണ്ട് ബ്രോ എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് പിന്നെയും പേടിയാണ്. അങ്ങനെ ശ്യാമയുടെ കൈ പിടിച്ച് രോഹിത് എന്താണ് കാട്ടിലേക്ക് ശ്യാമയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ ഇവർ 3 പേരുമായിട്ട് കാട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ആദ്യം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാലിനിയുടെ വെഹിക്കിൾ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഫോറസ്റ്റ് ഓഫീസർ ആ കാറിനകത്തുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് നിർത്തി. അപ്പം അവിടെ നിന്നാണ് അവർ ആ റൂട്ട് കണ്ടുപിടിച്ചിരുന്നത് ഫോറസ്റ്റിലേക്ക് കയറാനായിട്ട്. അപ്പം ആ റൂട്ടിലേക്ക് പറയുമ്പോഴത്തേക്കും ആ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നുണ്ട് ഈ റൂട്ടിൻ്റെ ഈ ഭാഗത്താണ് കുട്ടികളുടെ സിഗ്നൽ കണ്ടിരിക്കുന്നത്. ഇത് ഒരു വലിയൊരു വന്യജീവികളുടെ ഒരു പ്രദേശം തന്നെയാണ്. ഈ കാട്ടിലേക്കാണ് ഇപ്പോൾ കുട്ടികളുടെ സിഗ്നൽ കാണിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെയാണ് പോകേണ്ടത്. ഉടനെ അനുപോലെ ചോദിക്കുന്നുണ്ട്, കളക്ടർ മാഡത്തിനെ കൊണ്ടോ? അത് ഇത്രയും ഭീകരമായ കാട്ടിലേക്കോ? ഇത്രയും സിറ്റുവേഷൻസിനകത്ത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കളക്ടർ മാഡത്തിനെ നമുക്ക് കാട്ടിലേക്ക് കയറ്റാൻ പറ്റത്തില്ല? ഓ അത് ശരിയാണെന്നല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഫോറസ്റ്റിൽ തന്നെ. അവിടെ ആകുമ്പോൾ ഈസി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഡത്തിന് അവിടെ റെസ്റ്റ് എടുക്കാം. അപ്പം മാഡത്തിന് കുറച്ച് നേരം ഈ യാത്രാ ക്ഷീണമൊക്കെ മാറ്റി റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പോയി അന്വേഷിക്കാം. പക്ഷെ നമുക്കിനി കളയാൻ സമയമില്ല, ഇപ്പം തന്നെ വൈകിട്ടായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കയ്യിൽ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡേ ലൈറ്റ് പോവാറായിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് രാമേട്ടൻ അവിടെ കാറിൻ്റെ അവിടെ മാറി നിൽക്കും. ഇതൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടാണ് ഇതെന്ന് പറഞ്ഞപ്പം തന്നെ നമ്മുടെ ശാലിനിക്ക് മനസ്സെല്ലാം പെടഞ്ഞു. ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. പക്ഷേ എന്ത് വരട്ടെ എന്ന ധൈര്യത്തിൽ ശാലിനി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാലിനി മാഡത്തിന് റെസ്റ്റ് എടുക്കാനായിട്ട് ഗസ്റ്റ് റൂം ഉണ്ടാക്കാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ശാലിനി കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അനുപല്ലവി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ശാലിനി മാഡത്തിനെ കാണാം. അയ്യോ ശാലിനി മാഡം എന്തി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാമേട്ട മാഡത്തിനെ കണ്ടോ? അപ്പോൾ ആരും കാണുന്നില്ല. ഇനി പിന്നെ അനുപല്ലവിയും ഈ പോലീസ് ഓഫീസറും എല്ലാവരും കൂടി ചേർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എല്ലാം കൂടി ചേർന്ന് ശാലിനിയെ തേടി ഇറങ്ങുവാണ്. അപ്പോൾ ശാലിനിയാണെങ്കിൽ കൈ ഫോൺ വെച്ചിട്ട് സത്യയുടെ ഫോണിലേക്ക് എങ്ങനെയെങ്കിലും ലൈൻ കിട്ടുമോ എന്ന് ശാലിനി എന്താണ് നോക്കുവാണ്. എന്നിട്ടും ഒരു രക്ഷയില്ല. കാടിൻ്റെ ഉൾക്കാടിലാണ് ഒരു രീതിയിൽ സിഗ്നൽ ലഭിക്കാനും പറ്റില്ല. അങ്ങനെ ശാലിനി എന്താണ് പകച്ചു നിന്ന് എല്ലാ രീതിയിലും തന്നെ ശാലിനി ഭയങ്കര പരിഭ്രാന്തയാണ്. അത്ര പരിഭ്രാന്തതയോടെ ശാലിനി എന്താണ് തീവ്രമായി കണ്ണുകൾ എങ്ങോട്ടേക്ക് ആ കണ്ണുകൾ പായാൻ പറ്റുമോ അത്ര രീതിയിൽ ആ കാടിന് ചുറ്റിനും കണ്ണുകൾ പായുവാണ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അനുപല്ലവിയും ഈ ടീമും ശാലിനി കണ്ടത്, മാഡം പെട്ടെന്ന് എവിടെ പോയി? നമുക്ക് നോക്കി അവരൊന്നും പറയുന്നത് കേൾക്കാൻ ശാലിനിക്ക് സമയമില്ല. ശാലിനി പറയുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല, നമുക്ക് വേഗം തന്നെ പിള്ളേരെ രക്ഷപ്പെടുത്തും, നമ്മൾ കാട്ടിൻ്റെ അകത്തേക്ക് പോയേ പറ്റത്തുള്ളൂ, വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കണം. ഓക്കെ മാഡം എന്നിട്ട് അവർക്കും തിരിച്ച് ശാലിനിയോട് ഒരു ഉത്തരം പറയാൻ പറ്റത്തില്ല. ശാലിനിയുടെ ഇൻസ്ട്രക്ഷൻ കേട്ട് ശാലിനിയുടെ പിറകെ പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവും രോഹിത്തും എല്ലാവരും കൂടെ പപ്പി പപ്പി എന്ന് വിളിച്ച് അവരും തുടങ്ങി കഴിഞ്ഞു. ഒരറ്റത്തൂടെ ശാലിം എന്താണ് മോളെ മക്കളെ പപ്പി സത്യ എന്ന് മാറി മാറി അവരും വിളിച്ചു കഴിഞ്ഞു. രണ്ടുപേരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കഴിയുന്നത് നമ്മുടെ ശാരദാമ്മ നമ്മുടെ എന്താണ് ശാരദാമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അവരുമായിട്ട് എന്താണ് ശാന്ത ചേച്ചിയുമായിട്ട് എന്താണ് നേരെ മല്ലീശ്വരൻ കോവിലിലേക്ക് നോക്കി വരുവാണ്. ഇതാണോടി മല്ലീശ്വരൻ കോവിൽ എന്ന് ശാന്തന ചോദിക്കുമ്പോഴത്തേക്ക് ശാരദാമ്മ എന്നല്ലേ എല്ലാവരും പറഞ്ഞത്, ഇവിടുന്ന് ആരെയും കാണാനില്ലല്ലോ. ശാരദാമ്മേ നമുക്ക് അകത്ത് പോയി നോക്കാം, അകത്ത് ആരെങ്കിലും കാണാതിരിക്കത്തില്ലോ എന്ന് നോക്കുമ്പോഴത്തേക്ക് അകത്തൊരു പൂജാരി ദേ ശാരദാമ്മേ ഒരു പൂജാരി നിൽക്കുന്നു, നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, ഇതല്ലേ മല്ലീശ്വരൻ കോവിൽ, ഒരു പൂജ ചെയ്യാനുണ്ടായിരുന്നു പറയുന്നത്. പൂജയോ? ഉടനെ പൂജാരി പറയുന്നു പറഞ്ഞോളൂ, ആളുടെ നക്ഷത്രം നാളും ഒക്കെ പറഞ്ഞോളൂ, ശേഷക്രിയ ചെയ്യാനല്ലേ, എന്ത് ശേഷക്രിയ എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മ അയ്യോ ശേഷക്രിയ ചെയ്യാനൊന്നുമല്ല, പിന്നെ നിങ്ങൾക്ക് അപ്പോൾ ക്ഷേത്രം തെറ്റിപ്പോയതായിരിക്കും, അത് 2 പൂജ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനത്തെ പൂജകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പൂജാകർമ്മങ്ങളും മല്ലീശ്വരൻ കോവിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മല്ലീശ്വരൻ കോവിലിനകത്ത് ഇരിക്കുന്ന എന്താണ് ദേവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ധർമ്മദേവനാണ്. ധർമ്മദേവൻ മറ്റ് ദേവന്മാരെ പോലെ കാര്യങ്ങളിനകത്തല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് എന്നിട്ടും മനസ്സിലാവുന്നില്ല. ശാരദാമ്മ ഭയങ്കര ആശങ്കയിൽ തന്നെ ഇരിക്കുക. അല്ല മല്ലീശ്വരൻ കോവിലേക്ക് തന്നെ വരാനാണ് പറഞ്ഞത്. അതുമല്ല നമ്മുടെ ഈ കോവിൽ അത്ര വലിയ പ്രസക്തിയൊന്നുമല്ല. കാരണം നമുക്ക് ഇവിടെ നോട്ടീസില്ല, ഉത്സവങ്ങളില്ല, ആഘോഷമില്ല. ആരെങ്കിലും കേട്ട് വരുന്നുണ്ടെങ്കിൽ വാമൊഴി കേട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ആൾക്കാർ പലതും പൊടിപ്പും തൊങ്കലും വെച്ച് ഇല്ലാത്തതും കൂടെ ചേർത്താണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പല ആൾക്കാരും പറയുന്നത് ഇവിടെ പല രീതിയിലും ആൾക്കാർ ജീവനും മജ്ജയും എല്ലാം ഉള്ള രീതിയിൽ ആത്മാക്കളെ വരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനിതുവരെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. ശാരദാമ്മയും ശാന്തയും പകച്ച് നിൽക്കുവാണ്. ഈ പറയുന്ന വ്യക്തി തന്നെ ഇനി ജീവനുള്ള വ്യക്തിയാണ്. ഉടനെ പൂജാരി പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, ഞാൻ അങ്ങനത്തെ ഒരു ആത്മാവൊന്നുമല്ല, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ഒരു മനുഷ്യൻ തന്നെയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മ എന്താണ് അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ മല്ലീശ്വരൻ കോവിലേക്ക് എത്തിപ്പെടുന്നത്, എന്ത് കാരണത്തിനാണ് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. പറയൂ, കഥയൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ധർമ്മദേവന്റെ ഇവിടെ പൂജാരി ആണെങ്കിലും എനിക്ക് അത്ര വലിയ രീതിയിൽ എന്താണ് ഈ പറയുന്ന ഈ കഥകളിലോട്ടേക്കൊന്നും എനിക്ക് വലിയ വിശ്വാസങ്ങളില്ല. ഈ കെട്ടുകഥകളിലോട്ടൊന്നും വിശ്വാസമില്ല. പിന്നെ കേട്ടിരിക്കാൻ നല്ല രസമല്ലേ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ശാരദാമ്മ അന്ന് സ്വപ്നത്തിൽ കണ്ട രീതിക്കകത്ത് എന്താണ്
ഒക്കെ പറയുവാണ്. അതായത് കാറ്റും കോളും ഒക്കെ കണ്ടു. നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ശാരദാമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാനുമതിയമ്മ. ആ ഭാനുമതിയമ്മ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പിന്നെ ഇവിടെ സ്ഥിരം വരുന്ന അമ്പലവാസികളായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ എന്താണ് ആ സ്വപ്നങ്ങൾ മൊത്തത്തിൽ വ്യാഖ്യാനം പറയുകയാണ്. അപ്പോൾ പ്രശ്നം കുട്ടികൾ കാണാനില്ല. കുട്ടികളിൽ ഒരാളുടെ കാര്യത്തിനകത്താണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ? കുട്ടികൾ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന ആശങ്കയാണ്. കുഴപ്പമില്ല, നമുക്ക് ശേഷക്രിയകൾ ചെയ്യാം. ഉടനെ വീണ്ടും ശാരദ പറയുന്നത് ഇത് ചെയ്യാനോ ഞാൻ ഇവിടെ വരെ വന്നു. ഇപ്പം കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുട്ടികൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോയതാണ്. പക്ഷേ രണ്ടുപേരും സ്കൂളിൽ പോയ രണ്ടുപേരും കൂടെ എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ശാരദാമ്മേ ഒന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കുട്ടി മാത്രമേ ജീവനോടെ കാണത്തുള്ളൂ. അതുകൊണ്ട് മുന്നേ തന്നെ ഒരു ശേഷക്രിയ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ പൂജാ നടപടികൾ പുറത്തേക്ക് പോയി വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ചെയ്യുവാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇത് മല്ലീശ്വരൻ കോവിൽ എന്ന് തന്നെ പറയുമ്പോൾ നിശ്ചയമായി അത് തന്നെയാണ് മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു വിധി. നമുക്ക് സത്യത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലല്ലോ ശാരദാമ്മേ. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പരിഭ്രാന്തി ഒന്നും വേണ്ട. ഞാൻ സത്യമായി പറഞ്ഞ കാര്യമാണേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശാരദ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണോ തിരുമേനി ഞങ്ങൾ ഇത്രയും ദൂരം ഞങ്ങൾ ഈ അമ്പലം അന്വേഷിച്ച് പിടിച്ച് വന്നത്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വിരളം സംഭവത്തിൽ മാത്രമല്ലേ ഉള്ളൂ ധർമ്മദേവന്റെ കയ്യിൽ നിന്ന് പ്രാണൻ തിരിച്ച് മേടിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ പോലും പുരാണത്തിൽ കേൾക്കാൻ പറ്റുന്നത്. അതുപോലും എപ്പോഴെങ്കിലും നടന്നാലേ ഉള്ളൂ. അതൊക്കെ എല്ലാ കാലത്തും നടക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ ശാരദാമ്മേ. അപ്പോൾ ഈ പറയുന്നത് നിങ്ങളിപ്പം പറയുന്ന കാര്യം തന്നെ ചിലപ്പം കള്ളമാർക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാന്ത പറയുന്നു അയ്യോ അല്ല ശാരദാമ്മ അവരുടെ നാട്ടിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അതും പേരും പ്രശസ്തിയുമുള്ള എല്ലാവരോടും നന്മ കാണിക്കുന്നവരെ പറയുന്നത് വളരെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശാരദാമ്മ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ഇത് കെട്ടുകഥയല്ല, ഇത് സത്യമായി ശാരദാമ്മ കണ്ടത്. അതുപോലെ ഇപ്പോൾ ശാരദാമ്മ പറയുന്ന ആ ഒരു കാര്യങ്ങൾ അന്ന് കണ്ട സ്വപ്നത്തിനെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ സാഹചര്യം കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ കുട്ടികളെ ഇപ്പം കാണാതായതാണല്ലോ, അതുകൊണ്ടാണ് ഈ മല്ലീശ്വരൻ കോയിൽ തന്നെ തേടി വന്നത്. ഞങ്ങൾക്ക് അമ്പലം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഒറ്റൊരു കാര്യമുള്ളൂ, ശാരദാമ്മയെക്കുറിച്ച് ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ ഇത്ര എന്താണ് ആശങ്കപൂർവ്വം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഒറ്റൊരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ധർമ്മദേവന്റെ കയ്യിൽ നിന്ന് പ്രാണൻ പിടിച്ച് വെടിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ശാരദാമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് ശാരദാമ്മ അന്തിച്ച് നിൽക്കുവാണ്. അതിന് ഒറ്റൊരു വിധിയേ ഉള്ളൂ, പഞ്ചാഗ്നി കർമ്മം ചെയ്യണം. പഞ്ചാഗ്നിയോ അതെങ്ങനെയാണ്? അഗ്നിക്ക് നടുവിൽ നിന്ന് നെയ്യായി ഉരുകിത്തീരണം. അതാണ് പഞ്ചാഗ്നി കർമ്മം എന്ന് പറയുന്നത്. ആ പഞ്ചാഗ്നി കർമ്മം ചെയ്യാനായിട്ട് സ്വയം എരിഞ്ഞ് കത്താനായി തയ്യാറാണെങ്കിൽ മാത്രം വരുക. അതിൽ നിന്ന് മാത്രമേ ഉള്ളൂ ധർമ്മദേവന്റെ കയ്യിൽ നിന്ന് ജീവൻ പിടിച്ചു മേടിക്കത്തക്ക രീതിയിൽ ഒരു സാഹചര്യം കിട്ടത്തുള്ളൂ. അത് മാത്രം പോരാ. പിന്നെന്താണ് തിരുമേനി വേണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനും ശാരദാമ്മയ്ക്ക് പകരം കൊടുക്കാൻ ധർമ്മദേവന് പ്രീതിപ്പെടുത്തക്ക രീതിയിൽ എന്തെങ്കിലും കനിവ് തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു വലിയൊരു കാര്യം ശാരദാമ്മയ്ക്ക് പകരം കൊടുക്കാനായിട്ട് കാണണം. അങ്ങനെ എന്തെങ്കിലും ശാരദാമ്മയുടെ കയ്യിലുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും ശാരദാമ്മ എന്താണ് താലിമാല അങ്ങ് ഊരിയിട്ട് പറയുവാണ് എൻ്റെ കയ്യിലുണ്ട് തിരുമേനി, അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശാന്തയ്ക്കും തിരുമേനിക്കും ഒന്നും മനസ്സിലാവുന്നത് ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച എൻ്റെ പാതിവൃത്യം അത് തന്നെയാണ് എനിക്ക് ധർമ്മദേവന് പകരം കൊടുക്കാനായിട്ടുള്ളത് എന്ന് ശാരദാമ്മ പറയുന്നതാണ്. ഇത് കേട്ട് തിരുമേനി അങ്ങ് നെട്ടി കോരി തെരിച്ച് നിൽക്കുവാണ്. അപ്പോൾ എന്നാൽ പഞ്ചാഗ്നി കർമ്മത്തിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പും ശാരദാമ്മ നടത്തിക്കോളൂ. കാരണം എന്താണ് ഇനി സമയം കളയാനായിട്ടുള്ള സമയം ഇതിൻ്റെ കാര്യത്തിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് ശാരദാമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കാരണം ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു അമ്പലമാണ് ഇതെന്ന് അറിഞ്ഞതിനകത്തും ഈ അമ്പലത്തിൽ ഇതല്ലാതെ വേറൊരു പരിപാടിയും ഇല്ല എന്നൊക്കെ അറിഞ്ഞതിനകത്ത് ശാരദാമ്മ ഭയങ്കര ടെൻഷനകത്തിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഇരുണ്ട കാടും കാടിലെ മൃഗങ്ങളെ എല്ലാം കാണിക്കുന്നുണ്ട്. രോഹിത്തും ശ്യാമയെല്ലാം പപ്പി പപ്പി മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കകത്ത് അവർക്ക് കാടിനെ കുറിച്ചുള്ള പേടിയുണ്ട്. അപ്പം എന്താണ് ശ്യാമ പറയുന്നുണ്ട് ഇനി രാത്രിയും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറേ കൂടെ ഇരുട്ടും, അപ്പം അവൾക്ക് പേടി തോന്നത്തില്ല എന്ന് ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചെന്നിട്ട് ശ്യാമയും നമ്മുടെ രോഹിതും വിഷ്ണുവാണ് മുന്നിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടി നടക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരെന്താണ് ഇങ്ങനെ നടന്ന് പോയി അവർ കറക്റ്റ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പടം അവരുടെ കയ്യിലേക്ക് കിട്ടുവാണ്. പക്ഷേ ആ പടത്തിൻ്റെ ചാർട്ട് പേപ്പർ അവരെടുത്ത് നോക്കുമ്പോൾ അവർ ഇത്രയും നടത്തിയ പരിശ്രമം വളരെ വേസ്റ്റായിപ്പോയി. കാരണം പടത്തിൽ എല്ലാം മാഞ്ഞു പോയി, അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച് എല്ലാം പടർന്നു പോയി കഴിഞ്ഞു. അതിൽ നിന്ന് ശാലിയുടെ മുഖം ഒരു കണികയ്ക്ക് പോലും പിള്ളേർക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറ്റുന്നില്ല. ഉടനെ പപ്പി നമ്മൾ ഇവിടം വരെ വന്നത് വെറുതെ ആയിപ്പോയല്ലോ, എന്തോ ചെയ്യാനാടി, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, നമുക്ക് വെറുതെ എന്താണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു, നമുക്കൊന്നും ശരിയായില്ല, എന്ത് ചെയ്യാനാ സത്യം എന്ത് ചെയ്യാനാ പപ്പി എന്ന് പരസ്പരം പറഞ്ഞിട്ട് ആ പടത്തിന് അവർ പിള്ളേർ അവിടെ ഇട്ടിട്ടങ്ങ് പോകണം. അപ്പോൾ ആ ഇട്ടിട്ട് പോകുന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരഞ്ജനിക്ക് എന്തായാലും ഒരു വാൽത്തുമ്പ് തന്നെ ആയിരിക്കും. കാരണം ഈ പിള്ളേരെ പിറകെ പോകാനായിട്ട് അത് ശ്രീരഞ്ജനിക്ക് എന്താണ് അത് തന്നെ മതി, പിറകെ നടന്ന് പോകാനായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു തുമ്പായിട്ട് തന്നെ ശ്രീരഞ്ജനി യൂസ് ചെയ്യാൻ തന്നെ ആയിരിക്കും ഈ പടത്തിന് ഇവിടെ ഡയറക്ടർ ഇടിപ്പിച്ചതിൻ്റെ കാര്യം. അങ്ങനെ പടം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഈ കുട്ടികൾ പോകുന്നതും ശാലിനി ആവട്ടെ ശ്യാമ ആവട്ടെ എല്ലാവരും ഈ കുട്ടികളെ വിളിച്ച് അന്വേഷിച്ച് നടക്കുന്നതാണ് ഇന്നത്തെ സീരിയലിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ സീരിയൽ ടോട്ടൽ റിവ്യൂ ഇതാണ്. റിവ്യൂ ഒക്കെ കണ്ടിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്